ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ഹരിതാഭമായ തുടക്കം കുറിച്ച് കാസർഗോഡ് മിൽമ ഡയറി. വിവിധങ്ങളായ പരിപാടികളോടെ നടന്ന ചടങ്ങിൽ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ അബ്ദുൽ കരീം പരപ്പ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Main Road, കാഞ്ഞങ്ങാട്. വിവിധങ്ങളായ പരിപാടികളോടെയാണ് കാസർഗോഡ് മിൽമ ഡയറി ഇത്തവണ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് പരിസ്ഥിതി രംഗത്ത് സമഗ്രമായ സംഭാവനകളും നിരവധി പുരസ്കാരങ്ങളും ലഭിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ അബ്ദുൽ കരീം പരപ്പിയുടെ നേതൃത്വത്തിൽ മിൽമ ഡയറി കോമ്പൗണ്ടിൽ വിവിധയിനം ചെടികളും വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ജീവജാലങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണെന്നും പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതും വരും തലമുറയ്ക്ക് വേണ്ടി കാത്തുസൂക്ഷിക്കേണ്ടതും എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും മുഖ്യാതിഥിയായി പങ്കെടുത്ത അബ്ദുൽ കരീം പറഞ്ഞു. ഭഗവത്ഗീത, ബൈബിൾ, ഖുർആൻ തുടങ്ങി എല്ലാ വിശുദ്ധ മതഗ്രന്ഥങ്ങളിലും പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെന്നും ഈ ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ പഠിച്ച കോളേജാണ്. ഏഷ്യ സ്റ്റഡീസിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് എന്റെ വെബ്സൈറ്റ് ആ സമയത്ത് ഇറങ്ങിയായിരുന്നു. ആർക്കും വെബ്സൈറ്റ് ഒന്നും വന്നിട്ടില്ല. വെബ്സൈറ്റ് ഇറങ്ങിയായിരുന്നു goodnewsindia.com. ആ ആർട്ടിക്കിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, മാഡത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സംസ്കാരം ഇതും പഠിക്കാൻ വേണ്ടി നിങ്ങളെ സംഭാഷണം എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പൊ നിങ്ങളോട് കുറെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ കത്താണ് വന്നത്. എലിസബത്തിന്റെ ഞാൻ ആദ്യം വിചാരിച്ച പ്രൊഫസറാണ്, പെണ്ണുങ്ങളാണ്. ഏഷ്യ സ്റ്റഡീസിന് അവര് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി അമേരിക്കയിൽ. മിൽമ കാസർഗോഡ് ഡയറി മാനേജർ CT വർഗീസ് അധ്യക്ഷനായി. യൂണിയൻ ഭാരവാഹികളായ C രാഘവൻ, K തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. മാർക്കറ്റിംഗ് ഓഫീസർ ആശിഷ് ഉണ്ണി സ്വാഗതവും അസിസ്റ്റന്റ് HRD ഓഫീസർ വികാസ് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ബദിയടുക്ക സെന്റ് മേരീസ് ചർച്ച് വനിതാവേദി പ്രവർത്തകരും പടന്നക്കാട് കാർഷിക കോളേജ് വിദ്യാർത്ഥികളും ഡയറി ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.